മക്കളെ, ശ്രുതി ടീച്ചറാണേ. നിങ്ങളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഒന്നാം ക്ലാസ്സിൽ നിന്നൊക്കെ എന്ത് പുറത്താക്കാനാ, എന്ത് വികൃതി കളിച്ചാലും അല്ലേ, കൂടി വന്നാൽ ഒരടി കിട്ടും, അതിലപ്പുറം സ്കൂളിൽ നിന്നൊക്കെ പുറത്താക്കുമെന്ന്. എന്നാൽ അങ്ങനെ പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയുണ്ട് കേട്ടോ. ആ കുട്ടിയുടെ പേരാണ് തെത്സുഗോ കുറയോനകി. എന്നാ സ്കൂളിലൊന്നും അങ്ങനെയല്ല വിളിക്കുക അല്ലേ, നമുക്കും അതിനെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്കൊരു ഓമന പേരുണ്ടായിരുന്നു. കുട്ടിയുടെ പേരായിരുന്നു ടോട്ടോ ചാൻ. ടോട്ടോ ചാൻ എന്ന് പറയുന്ന കുട്ടി സ്കൂളിലൊക്കെ പോയ സമയത്ത് സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ കണ്ട് ഇവളാകെ കോരിത്തരിച്ച് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഓരോന്നും ആവേശത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കൂളിലെ ബെഞ്ച്, ഡെസ്കൊക്കെ ഉണ്ടാവില്ലേ അല്ലേ, നിങ്ങൾക്കും ബാഗ് വെക്കാൻ അങ്ങനെയൊക്കെ ഒരു ഇടം ഉണ്ടാവല്ലോ സ്കൂളിൽ. ഈ കുട്ടിയുടെ സ്കൂളിലും എന്തുണ്ടായിരുന്നു, നമ്മുടെ പുസ്തകങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെസ്ക് ഉണ്ടായിരുന്നു. അതിനൊരു അടപ്പുണ്ടായിരുന്നു. അതിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ബാഗും പുസ്തകങ്ങളും പെൻസിലും ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് വെക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ പുസ്തകം എടുക്കാൻ വേണ്ടിയിട്ട് ഇവൾ ഈ അടപ്പ് തുറക്കും, അടയ്ക്കും, തുറക്കും, അടയ്ക്കും. പുസ്തകം എടുക്കാൻ, പേനയെടുക്കാൻ, പെൻസിൽ എടുക്കാൻ, റബ്ബർ എടുക്കാൻ, അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കായി ഇവൾ അടയ്ക്കുകയും തുറക്കുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ആ സമയത്ത് നല്ല ശബ്ദം ഉണ്ടാകും. ആ ടേബിളിന്, ആ ഡെസ്കിന് നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ഇത് ടീച്ചർക്ക് ബുദ്ധിമുട്ടായി. ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. ടോട്ടോച്ചാൻ്റെ വികൃതിയിൽ ഒന്ന് ഇതാണ് കേട്ടോ. പിന്നെ ടോട്ടോച്ചാൻ എന്ന് പറയുന്ന കുട്ടീനെ പുറത്താക്കാൻ വേറൊരു കാരണം എന്താ അറിയോ? നമ്മുടെ സ്കൂളിന് തൊട്ടടുത്താണ് തെരുവ്. അവിടെ തെരുവ് പാട്ടുകാരെന്തുണ്ടാവും, കൊട്ടിപ്പാടും, നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് അവർ ആഘോഷിക്കും, ഡാൻസ് ചെയ്യും അല്ലേ, പാട്ട് പാടും. ഇതൊക്കെ കണ്ട സമയത്ത് നമ്മുടെ ടോട്ടോച്ചാനൊരാഗ്രഹം എന്താണ്, അവരിങ്ങോട്ട് മാടി വിളിച്ചാൽ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ജനലിനടുത്ത് നിന്നാവുമ്പോൾ എനിക്കിതൊക്കെ ശരിക്കും കാണാലോ, എല്ലാവർക്കും കാണാലോ എന്നൊക്കെ കരുതിയിട്ട് ആ തെരുവ് പാട്ടുകാരെ അവളിങ്ങനെ മാടി വിളിക്കുകയാണ്. അപ്പോൾ ടീച്ചർ ഇവിടുന്ന് ക്ലാസ് എടുക്കുന്നു. എന്ത് ചെയ്യുന്നു, ആ തെരുവ് പാട്ടുകാർ, തെരുവ് ഗായകർ എന്ത് ചെയ്യാണ്, നല്ല ഡണ്ടക്ക 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 എന്ന് പറഞ്ഞ് കൊട്ടിപ്പാടുകയാണ്. ഇതാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും? ടീച്ചർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ. അപ്പോൾ ഈ കുട്ടിയുടെ വികൃതികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ടീച്ചർ നോട്ട് ചെയ്യുന്നു. ടീച്ചർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പിന്നെ വേറൊരു കുരുത്തക്കേട് കേൾക്കണോ? അതൊന്നും കുരുത്തക്കേടായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ വികൃതിക്ക് കുരുത്തക്കേട് എന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു കുരുത്തക്കേടായിരുന്നു ആ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് അടുത്ത മരത്തിലെ ഒരു കിളിയോട് കുശലം ചോദിക്കുക, നിനക്ക് സുഖമാണോ എന്ന്. ടീച്ചർ ഇത് ആരോടാന്ന് വിചാരിക്കുന്ന സമയത്താണ് ടീച്ചർ നോക്കുന്ന സമയത്ത് അവിടെ ഒരു പക്ഷിയാണ്. എന്താണ്? തുക്കണാങ്കുരുവി. അപ്പോൾ ഈ തുക്കണാങ്കുരുവിയോടാണ് നമ്മുടെ ടോട്ടോച്ചാൻ സംസാരിച്ചത്. ഇതൊക്കെ കൊണ്ട് ടീച്ചർ ആകെ പൊറുതിമുട്ടി നമ്മുടെ ടോട്ടോച്ചാൻ്റെ അമ്മയെ വിളിച്ചു. എനിക്ക് പറ്റില്ല, ഈ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഒന്നാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ് ഈ ഒരു കുട്ടി. പിന്നെ ഇവൾ എവിടെയാണ് എത്തുന്നത്? മനോഹരമായ ഒരു സ്കൂളിലേക്ക് അമ്മ ടോട്ടോച്ചാനെ കൊണ്ടുപോകുന്നു. ആ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പറഞ്ഞാലും തീരില്ല കേട്ടോ. ടോമോ എന്നാണ് സ്കൂളിൻ്റെ പേര്. ട്രെയിനിൻ്റെ രൂപത്തിലാണ് ക്ലാസ് മുറികളൊക്കെ. ട്രെയിനിൻ്റെ ബോഗികളെ പോലെയായിരുന്നു ക്ലാസ് മുറികൾ. അപ്പോൾ ആ ടോമോയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മുടെ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട്. ആ പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠത്തിൻ്റെ പേരാണ് ടോമോയിലെ കായികമേള. അപ്പോൾ ടോമോ ഒരുപാട് പ്രത്യേകതകളുള്ള സ്കൂളാണ്. അവിടെയുള്ള കായികമേളയ്ക്കും ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടോച്ചാൻ എത്തിപ്പെട്ട സ്കൂളിൽ ആരുണ്ടായിരുന്നു? കൊബായാഷി മാസ്റ്റർ എന്ന അടിപൊളി ഒരു പ്രധാന അധ്യാപകൻ ഉണ്ടായിരുന്നു. നല്ല എല്ലാവരെയും കേട്ടിരിക്കുന്ന ഒരു അധ്യാപകൻ. അപ്പോൾ ഇതിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ പാഠപുസ്തകം വായിക്കണം, ക്ലാസ്സുകളൊക്കെ കാണണം അല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, സ്കൂളിൽ തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കേണ്ട. നമ്മുടെ സൈലത്തിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബാച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലേ നിങ്ങൾ? ഇല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. നല്ല ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്ലാനൊക്കെയുള്ള അടിപൊളി ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് തുടക്കം മുതൽ എല്ലാ വിഷയങ്ങളും അടിപൊളിയായിട്ട് പഠിക്കാനും അവിടെ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സൊക്കെ റെഡിയാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ആ ഒരു താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുക. എന്നിട്ട് നമ്മുടെ ബാച്ചിലേക്ക് വരിക. ഇതുപോലുള്ള രസകരമായ കാര്യങ്ങൾ, നമ്മുടെ പാഠത്തിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, ഈ കഥയൊക്കെ ടീച്ചർ പറഞ്ഞ്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. മറക്കരുത്, സ്കൂൾ തുറക്കാൻ ആരും കാത്തിരിക്കേണ്ട കാര്യമില്ല കേട്ടോ.
അപ്പോൾ മറ്റൊരു കഥയുമായിട്ട് മറ്റൊരു കാര്യവുമായിട്ട് ടീച്ചർ വീണ്ടും വരാം. അതുവരേക്കും ബൈ.